T20 ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കളിക്കാരൻ പിന്നെ ഒരു കലണ്ടർ ഇയറിൽ 3 സെഞ്ചുറി അടിക്കുക, 436 റൺസ്, 150 സ്ട്രൈക്ക് റേറ്റ്, 31 സിക്സ് ആണ് സഞ്ജു കഴിഞ്ഞ വർഷം മാത്രം അടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരൊറ്റ പരമ്പര ഇംഗ്ലീഷ് സീരീസ് കൊണ്ട് മാത്രം എഴുതിത്തള്ളാൻ അദ്ദേഹത്തെ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഏഷ്യ കപ്പിലേക്ക് എടുക്കുന്നത്. ഏഷ്യ കപ്പിൽ അത്ര മോശം പ്രകടനമൊന്നുമല്ല, അതിലാകെ പാകിസ്ഥാനെതിരായ മത്സരം മാത്രമാണ്. അതെ, ആകെ 2 അവസരം കിട്ടിയിട്ടുള്ളൂ. അതിലൊരു മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ചാണ്. പാകിസ്ഥാനെതിരെ പരാജയപ്പെട്ടു. ഇന്നാണെങ്കിൽ അവസരമില്ല. ഏറ്റവും സങ്കടം തോന്നിയത് അവസാനം സഞ്ജു ബെഞ്ചിലിരുന്നിട്ട് സഞ്ജുവിന്റെ ഒരു ചിരിയുണ്ട്. അതെ അതെ, ഒരു നഷ്ടങ്ങൾ നേരിട്ട് വേണ്ട ഒരു ചിരി. ബീങ് സഞ്ജു സാംസൺ ഈസ് നോട്ട് ഈസി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് ട്വീറ്റുകൾ നമ്മളൊക്കെ കണ്ടു. അപ്പം സഞ്ജു ആവുക എന്നത് ഒരിക്കലും എളുപ്പമല്ല ഈ ഇന്ത്യൻ ടീം. ഒരു കൃത്യമായ സ്ലോട്ട് ഇല്ലാതെ എത്ര കാലം സഞ്ജുവിന് സർവൈവ് ചെയ്യാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ പാകിസ്ഥാന്റെ ബാറ്റിംഗ് ലൈനപ്പിനെ കുറിച്ച് അവരുടെ ക്യാപ്റ്റന്റെ പരാജയത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. കാരണം പാകിസ്ഥാൻ ടീമിലെ ഏക സെഞ്ചുറിയൻ ആയിരുന്ന മുഹമ്മദ് ആരിസിനെ അവർ കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിങ്ങിന് പോലും ഇറക്കിയില്ല. അവസാനം വരെ ഇങ്ങനെ നിപ്പിച്ച് നിൽക്കുകയായിരുന്നു. അതേപോലെ ഇന്ത്യക്ക് വേണ്ടി 3 സെഞ്ചുറികൾ നേടിയ ഒരു കളിക്കാരനാണ് അക്സർ പട്ടേലിനും ശേഷം ഇറങ്ങുക എന്നുള്ള ലൈനിലേക്ക്. ഈ മത്സരത്തിൽ എവിടെ പോയി ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.